നമസ്കാരം. CMS വാർത്തകളിലേക്ക് സ്വാഗതം. കോളിൻ സ്മാരക പ്രഭാഷണം നടത്തി. കൊറോണ കാലത്തെക്കുറിച്ചുള്ള സാഹിത്യ സൃഷ്ടികൾ പുറത്തുവരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് സാഹിത്യകാരൻ NS മാധവൻ. CMS കോളേജിൽ റവറൻഡ് റിച്ചാർഡ് കോളിൻസിന്റെ സ്മരണാർത്ഥം മലയാള വിഭാഗം സംഘടിപ്പിച്ച കോളിൻ സ്മാരക പ്രഭാഷണത്തിൽ കൊറോണ കാലത്തെ ഭാഷയും കലയും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകം കൊറോണ ഭീഷണിയിൽ നിന്നും മുക്തമായിട്ടില്ല. സിനിമ പോലെയുള്ള കലാരൂപങ്ങളിൽ മാത്രമാണ് കൊറോണ ഒരു ആഖ്യാന വിഷയമായി കടന്നു വന്നത്. ലോകത്തെ മിക്ക ഭാഷകളിലും നിരവധി പുതിയ പദങ്ങൾ കൊറോണയുമായി ബന്ധപ്പെട്ട് പുതിയതായി രൂപപ്പെട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗം മേധാവി ഡോക്ടർ ഡെയ്സി എബ്രഹാം, ഡോക്ടർ സരിത TS, ഡോക്ടർ ടിയ മറിയം ജേക്കബ് എന്നിവർ സംസാരിച്ചു. പുതിയ വൈസ് പ്രിൻസിപ്പൽ ചുമതലയേറ്റു. CMS കോളേജിന്റെ പുതിയ വൈസ് പ്രിൻസിപ്പലായി ഡോക്ടർ റീനു ജേക്കബ് ചുമതലയേറ്റു. 2010 CMS കോളേജിൽ അധ്യാപികയായി പ്രവേശിച്ച റീനു ജേക്കബ് 2019 മുതൽ ഭൗതികശാസ്ത്ര വിഭാഗത്തിന്റെ മേധാവിയാണ്. കോളേജിന്റെ വിവിധ കമ്മിറ്റികളിൽ അംഗമായി പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് വേദിയായി CMS. ബേഡ്സ് ക്ലബ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടന്ന 4ാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച് CMS കോളേജ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജയരാജ് ആയിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ. കോളേജ് തിയേറ്ററിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. 2 ദിവസത്തെ ഫിലിം ഫെസ്റ്റിൽ പ്രവേശനം സൗജന്യമായിരുന്നു. മികച്ച ചിത്രത്തിനുള്ള സിൽവർ എലിഫന്റ് അവാർഡ് കിർഗിസ്ഥാൻ ചിത്രമായ ഷംബാല കരസ്ഥമാക്കി. മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം മലയാള ചിത്രം കാടകലം നേടി. മന്ത്രി VN വാസവൻ അവാർഡുകൾ വിതരണം ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ, ബേഡ്സ് ക്ലബ് ഇന്റർനാഷണൽ കോഓർഡിനേറ്റർ ഡോക്ടർ അഭിലാഷ്, ചലച്ചിത്ര സംവിധായകരായ സജിൻ ബാബു, പ്രദീപ് നായർ എന്നിവർ ഫെസ്റ്റിവലിൽ സന്നിഹിതരായി. ചലച്ചിത്ര നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി JFC at CMS. JFC at CMS കോളേജ് സംഘടിപ്പിച്ച ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി. പ്രശസ്ത സംവിധായകൻ ജയരാജിന്റെ പുതിയ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണ് CMS കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ വിഘ്നേഷ് B രാജ്, ഹരിത H, അനിരുദ്ധ് B, ഹാനോ ഷിബു തോമസ്, 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ആദിത് കൃഷ്ണ, നിതിൻ നീരജ് KN, ബ്രിവിൻ ബൈജു എന്നിവരാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായത്. യാത്രയയപ്പ് നൽകി. CMS കോളേജിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്ന ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് മേധാവി ഡോക്ടർ മിറിയം മാണി, ഓഫീസ് സീനിയർ ക്ലർക്ക് ജോൺസൺ മാത്യു എന്നിവർക്ക് CMS കോളേജ് മാനേജ്മെന്റ് യാത്രയയപ്പ് നൽകി. കോളേജ് മാനേജർ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോഷിച്ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ, ബെർസാൻ റവറൻഡ് ചെറിയാൻ തോമസ്, ഡോക്ടർ വിജോ തോമസ് കുര്യൻ, ഡോക്ടർ അമൃത റീനു എബ്രഹാം മാത്യു, മേരിക്കുട്ടി നയനാൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മിറിയം മാണി, ജോൺസൺ മാത്യു എന്നിവർ മറുപടി പ്രസംഗം നടത്തി. CMS കോളേജിലെ അധ്യാപകരുടെ കൂട്ടായ്മയായ ഫോക്കസ്, ഉഷസ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വാർഷിക കൂട്ടായ്മയും യാത്രയയപ്പും നടന്നു. ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ മിറിയം മാണിക്ക് യാത്രയയപ്പ് നൽകാനും അന്തരിച്ച വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിന്നി റേച്ചൽ മാത്യുവിനെ അനുസ്മരിക്കാനും പരിപാടി അവസരമൊരുക്കി. CMS കോളേജിലെ എഡ്യൂടെക് സൊല്യൂഷൻസ് പുറത്തിറക്കി. CMS കോളേജ് മാനേജർ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോഷിച്ചെറിയാൻ എഡ്യൂടെക് സൊല്യൂഷൻസ് പുറത്തിറക്കി. സ്വയംഭരണ കോളേജുകൾക്ക് അനുയോജ്യമായ ഒരു പൂർണ്ണ ഓട്ടോമേറ്റഡ് ERP പരിഹാരമാണിത്. ടെലിപ്രോംപ്റ്റർ, ലൈറ്റ് ബോർഡ്, സോഫ്റ്റ്വെയർ എന്നിവ അടങ്ങുന്നതാണിത്. മറ്റു കോളേജുകളുടെ ആവശ്യമനുസരിച്ച് രൂപാന്തരം വരുത്തി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത്. പള്ളം ബിഷപ്പ് പീച്ച്ലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ദാനിയലിന് സോഫ്റ്റ്വെയറിന്റെ ആദ്യ കൈമാറ്റം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ പദ്ധതി വിശദീകരിച്ചു. CMS കോളേജിന്റെ മതിലുകൾ ഇനി കഥ പറയും. CMS കോളേജിന്റെ ചരിത്രം ഇനി ചുമരിൽ വായിക്കാം. കോളേജിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മതിലുകളിൽ 30 ശില്പികൾ ചേർന്നാണ് റിലീഫ് സ്കൾപ്ചർ രൂപത്തിൽ കോളേജിന്റെ ചരിത്രം വരച്ചിരുന്നത്. കോളേജിന്റെ 200 വർഷങ്ങളുടെ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തങ്ങളാണ് മതിലുകളിൽ തെളിയുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം സിനിമാ സംവിധായകനും CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ജയരാജ് നിർവഹിച്ചു. TR ഉദയകുമാർ ആണ് ക്യൂറേറ്റർ. കോളേജിന്റെ ചരിത്രം ലളിതമായി മനസ്സിലാക്കാൻ പറ്റും വിധത്തിലാണ് ചിത്രീകരണമെന്നും വരും തലമുറ മനസ്സിലാക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഇത് പ്രയോജനപ്പെടുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ പറഞ്ഞു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. 2021-22 കോളേജ് യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഭാരവാഹികളായി അജയ് S കൃഷ്ണ ചെയർപേഴ്സൺ, ശ്രദ്ധ ശശീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ, ഫ്രാൻസിസ് ടോം ജനറൽ സെക്രട്ടറി, ആദിത് കൃഷ്ണ C മാഗസിൻ എഡിറ്റർ, ആര്യ P ആർട്സ് ക്ലബ് സെക്രട്ടറി, നവാബ്, ബ്ലെസൻ വർഗീസ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ എന്നിവർ ചുമതലയേറ്റു. കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചുമര് 2022 സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബ് നിർവഹിച്ചു. തുടർന്ന്
പ്രസ്റ്റോ ഫോർട്ടെ ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു. വെൻസർ 2022 കോളേജ് കലോത്സവം നടന്നു. CMS കോളേജ് കലോത്സവം വെൻസർ 2022 നടന്നു. കോളേജ് യൂണിയൻ നേതൃത്വം നൽകി. സിനിമാ താരം ഗിന്നസ് പക്രു മുഖ്യാതിഥിയായിരുന്നു. കോളേജ് കലോത്സവത്തിന്റെ ആവേശം അറിയിച്ചു തുടങ്ങുന്ന കലാജാഥയുടെ 1ാം സ്ഥാനം ഭൗതികശാസ്ത്ര വിഭാഗം കരസ്ഥമാക്കി. 2ാം സ്ഥാനം രസതന്ത്ര വിഭാഗവും 3ാം സ്ഥാനം ഇംഗ്ലീഷ് വിഭാഗവും ചരിത്ര വിഭാഗവും നേടി. കലോത്സവത്തിൽ 104 പോയിന്റോടുകൂടി രസതന്ത്ര വിഭാഗം 1ാം സ്ഥാനവും 72 പോയിന്റോടുകൂടി ഭൗതികശാസ്ത്ര വിഭാഗം 2ാം സ്ഥാനവും 61 പോയിന്റോടുകൂടി ഇംഗ്ലീഷ് വിഭാഗം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായി CMS കോളേജ് വിദ്യാർത്ഥികൾ. കേരള സർക്കാരിന്റെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായി CMS കോളേജ് വിദ്യാർത്ഥികൾ. 1ാം വർഷ എംകോം വിദ്യാർത്ഥികളായ അക്മാൽ സുൽത്താന, രാഖിമോൾ എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റുഡന്റ് മെറിറ്റ് അവാർഡിന് അർഹരായത്. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. MG യൂണിവേഴ്സിറ്റി സൗത്ത് സോൺ ക്രിക്കറ്റ് ചാമ്പ്യന്മാരായി CMS കോളേജ്. MG യൂണിവേഴ്സിറ്റി സൗത്ത് സോൺ ഇന്റർ കോളേജിയറ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ എരുമേലി MES കോളേജിനെ 69 റൺസിന് തോൽപ്പിച്ച് കോട്ടയം CMS കോളേജ് ചാമ്പ്യന്മാരായി. CMS കോളേജിൽ നടന്ന ടൂർണമെന്റിൽ മലയാള വിഭാഗത്തിലെ വിഷ്ണു മോഹൻ 69 റൺസും ഇംഗ്ലീഷ് വിഭാഗത്തിലെ ഡോണി അഗസ്റ്റിൻ 4 വിക്കറ്റുകളും നേടി. ടൂർണമെന്റിലെ മികച്ച റൺവേട്ടക്കാരനായി ഡോണി അഗസ്റ്റിനും കൂടുതൽ വിക്കറ്റ് നേടിയ താരമായി യദുകൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടല്ലൂർ വോളിബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി CMS കോളേജ് വിദ്യാർത്ഥികൾ. സെന്റ് ജോർജ് കോളേജിനെയാണ് ഫൈനലിൽ CMS കോളേജ് തോൽപ്പിച്ചത്. സിന്നി റേച്ചൽ മാത്യുവിന്റെ ഓർമ്മകളിൽ CMS കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ സിന്നി റേച്ചൽ മാത്യുവിന്റെ നിര്യാണത്തിൽ CMS കോളേജ് അനുശോചിച്ചു. കോളേജ് മാനേജരും CSA മധ്യകേരള മഹാ ഇടവക ബിഷപ്പുമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോഷിച്ചെറിയാൻ അനുശോചന സന്ദേശം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C. ജോഷ്വ, ബെർസാൻ റവറൻഡ് ചെറിയാൻ തോമസ്, ഡോക്ടർ സൂസൻ വർഗീസ്, പ്രൊഫസർ KC ജോർജ്, പ്രൊഫസർ ജേക്കബ് ഈപ്പൻകുന്നത്ത്, പ്രൊഫസർ രാധിക G, പ്രൊഫസർ ഷാവാസ് ഷെരീഫ് എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധി ഗ്ലോറിസ് വർഗീസും അനുശോചനം അറിയിച്ചു. അനുശോചന പ്രമേയം ബിഷപ്പ് മലയിൽ സാബു കോഷിച്ചെറിയാൻ സിന്നി റേച്ചൽ മാത്യുവിന്റെ കുടുംബത്തിന് കൈമാറി. പരീക്ഷകൾ ക്രമീകരിച്ചു. PG 1ാം സെമസ്റ്റർ പരീക്ഷകളുടെയും UG 6ാം സെമസ്റ്റർ പരീക്ഷകളുടെയും തീയതികൾ പ്രസിദ്ധീകരിച്ചു. PG 1ാം സെമസ്റ്റർ പരീക്ഷകൾ ഏപ്രിൽ 11-നും UG 6ാം സെമസ്റ്റർ പരീക്ഷകൾ ഏപ്രിൽ 18-നും ആരംഭിക്കും. വിശദ വിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. മാർച്ച് 21 മുതൽ നടത്താൻ തീരുമാനിച്ചിരുന്ന UG 3ാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. UG 2ാം സെമസ്റ്ററിന്റെയും 5ാം സെമസ്റ്ററിന്റെയും പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുസ്തക പ്രകാശനം നടത്തി. 3ാം വർഷ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ DG തെരസ് രചിച്ച പ്ലേലിസ്റ്റ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. 30 കവിതകൾ അടങ്ങുന്ന പുസ്തകം CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C. ജോഷ്വയാണ് പ്രകാശനം ചെയ്തത്. 25 ലക്ഷം രൂപയുടെ വാർഷിക സ്കോളർഷിപ്പ് നേടി CMS വിദ്യാർത്ഥി. MSc അനലിറ്റിക്കൽ കെമിസ്ട്രി ബാച്ചിലെ നയൻതാര കൃഷ്ണന് കാനഡയിലെ ന്യൂ ഹാംഷെയർ സർവകലാശാലയിൽ PhD പ്രവേശനത്തോടൊപ്പം 25 ലക്ഷം രൂപയുടെ വാർഷിക സ്കോളർഷിപ്പും ലഭിച്ചു. വനിതാ ദിനം ആഘോഷിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വിമൻ സ്റ്റഡി സെന്ററിന്റെയും കളത്തിപ്പടി YWCAയുടെയും സഹകരണത്തോടെ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ഐഡന്റിഫൈ യുവർ സെൽഫ് ആൻഡ് ബി സ്ട്രോങ് എന്ന വിഷയത്തിൽ മാന്നാനം KE കോളേജിലെ സോഷ്യൽ വർക്ക് വകുപ്പ് മേധാവിയും കൗൺസിലറുമായ ഡോക്ടർ ജെസി L, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI ശ്രീജിത്ത് എന്നിവർ പ്രഭാഷണം നടത്തി. ദേശീയ ശാസ്ത്ര ദിനം ആചരിച്ച് വിവിധ വിഭാഗങ്ങൾ. ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMS കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗവും രസതന്ത്ര വിഭാഗവും മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഭൗതികശാസ്ത്ര വിഭാഗം പോസ്റ്റർ രചനയും ക്വിസ് മത്സരങ്ങളും നടത്തി. അക്കാദമി ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ് മത്സരങ്ങൾ സ്പോൺസർ ചെയ്തത്. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി രസതന്ത്ര വിഭാഗം വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പോസ്റ്റർ രചന, ഇംഗ്ലീഷ് മലയാളം ഉപന്യാസ രചന, പ്രശ്നോത്തരി എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. റിയ മറിയം സാബു, സുജന MS, മോഹിത് ബിജു, ശ്രീലക്ഷ്മി സന്തോഷ്, സുദേവ് C, അനന്തു അനിൽ, സുജിത് PS എന്നിവർ വിജയികളായി. സ്കോളർഷിപ്പുകൾ നൽകി. കോളേജിലെ വിവിധ വകുപ്പുകളിൽ നിന്ന് 20 വിദ്യാർത്ഥികൾക്ക് 5000 രൂപ വീതം സ്കോളർഷിപ്പുകൾ നൽകി. ആർദ്രത ഫെലോഷിപ്പ് ആണ് സ്കോളർഷിപ്പുകൾ സ്പോൺസർ ചെയ്തത്. സെമിനാർ സംഘടിപ്പിച്ചു. കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊമേഴ്സ് ബിരുദാനന്തര ബിരുദ വിഭാഗമാണ് സെമിനാറിന് നേതൃത്വം നൽകിയത്. ഓഫ് കസ്റ്റംസ് എയർ ഇന്റലിജൻസിലെ അസിസ്റ്റന്റ് കമ്മീഷണറായ NS ദേവ് IRS ആയിരുന്നു മുഖ്യാതിഥി. ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയവും CMS കോളേജ് ബയോടെക്നോളജി വിഭാഗവുമായി സഹകരിച്ച് നിഭാം IPR ബോധവൽക്കരണ പരിപാടി നടത്തി. ഓൺലൈൻ ആയി നടന്ന പരിപാടിയിൽ പാറ്റൻസ് ആൻഡ് ഡിസൈൻസ് എക്സാമിനർ നികിത കുമാരി നേതൃത്വം നൽകി.
വെബിനാറുകൾ സംഘടിപ്പിച്ചു. സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസുമായി സഹകരിച്ച് CMS കോളേജ് ഇംഗ്ലീഷ് വിഭാഗം ഡിസബിലിറ്റിയും തിയേറ്ററും എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര വെബിനാർ നടത്തി. സ്ക്രീനിലും സ്റ്റേജിലും തന്നെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ഹോളിവുഡ് നടനും നാടകകൃത്തുമായ ജേക്കബ് ഉമ്മൻ അധ്യാല ആയിരുന്നു മുഖ്യപ്രഭാഷകൻ. ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വകുപ്പിലെ 3ാം വർഷ വിദ്യാർത്ഥികൾ മാനസിക ആരോഗ്യം, അനീമിയ, PCOD എന്നിവയ്ക്കായുള്ള ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബോധവൽക്കരണ പരിപാടി ഓൺലൈനായി നടത്തി. ലേണർ ടു സ്കോളർ ഹബ്ബ് നടത്തി. CMS കോളേജും പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗവും സംയുക്തമായി സ്കോളർ ഹബ് ലേണർ ടു സ്കോളർ 2022 സംഘടിപ്പിച്ചു. ഓൺലൈൻ ആയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ ഗവേഷണത്തിൽ കരിയർ തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ഇത്. IUCAA പൂനെ വിസിറ്റിംഗ് അസോസിയേറ്റും ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ ജോ ജേക്കബ് മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികളായ സിദ്ധാർത്ഥ് S. നായർ, ജൊഫീന എൽസ തോമസ് എന്നിവർ സംസാരിച്ചു. എക്കണോമിക്സ് അസോസിയേഷൻ ദിനം ആചരിച്ചു. CMS കോളേജിൽ എക്കണോമിക്സ് വിഭാഗം അസോസിയേഷൻ ദിനം N11 2022 ആചരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകയും CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ നിഷ പുരുഷോത്തമൻ മുഖ്യാതിഥിയായിരുന്നു. മീറ്റ് ദ സ്കോളർ ലെക്ചർ സീരീസുമായി സംയോജിപ്പിച്ച് ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചു. ലഹരിമരുന്നിനെതിരെ ജനകീയ സഭയുമായി NSS യൂണിറ്റ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രവും CMS കോളേജ് NSS യൂണിറ്റും ബസേലിയസ് കോളേജ് NSS യൂണിറ്റും സംയുക്തമായി മയക്കുമരുന്നിനെതിരെ ജനകീയ സഭയ്ക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി CMS കോളേജ് NSS യൂണിറ്റ് വോളണ്ടിയേഴ്സ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പ്രൊഫസർ ജോസഫ് കോശി അന്തരിച്ചു. CMS കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് കോശി അന്തരിച്ചു. രസതന്ത്ര വിഭാഗം മേധാവിയായിരുന്നു അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്കായി CMS കോളേജ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ വായിച്ചത് ആർദ്ര.